കരമുയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസം. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ ബി മോനച്ചൻ, ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലിഡിയാമ്മോടെ വിവാഹ ശുശ്രൂഷയിൽ ഇങ്ങനെ രണ്ട് വാക്ക് നിൽക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ വിവാഹം കഴിച്ച് പുനലൂര് വീട്ടിൽ എത്തുമ്പോൾ ലിഡിയാമ്മോള് 1-1.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഞങ്ങളുടെ വെഡിങ് ആൽബത്തിൻ്റെ അകത്ത് ലിഡിയാമ്മോടെയും ജോഷുമോൻ്റെയും ഒക്കെ ഫോട്ടോയുണ്ട്. ഇന്നും ഞങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കും. കാരണം 1-1.5 വയസ്സൊക്കെയായി മുഴുവൻ പല്ലുകളൊന്നും വരാത്ത ആ കുഞ്ഞുങ്ങളുടെ ചിരി. കർത്താവിന് സ്തോത്രം. ദൈവം അവരെ എത്രത്തോളം കൊണ്ടുവന്നു അനുഗ്രഹിച്ചു, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒത്തിരി സർപ്രൈസുകളുടെ ദിവസമാണ്. പ്രത്യേകിച്ചും ഇവരൊക്കെ ജെൻ സി ആണല്ലോ. അവർ ഈ സർപ്രൈസുകളിൽ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണ്. എനിക്ക് ഈ വേദിയിലിരുന്നപ്പോൾ വലിയ സർപ്രൈസുകൾ തോന്നി. ആദ്യമായിട്ട് തോന്നിയ സർപ്രൈസ്, പ്രിയപ്പെട്ട ജോഷുമോൻ കാരമേലിൽ മത്തായി ഉപദേശിയുടെ കൊച്ചു മകനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ഭയങ്കര ഷോക്ക്, ഒരു സർപ്രൈസ് പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ എഴുവല്ലിക്കാരനാണ്. കാരമേലി മത്തായി ഉപദേശിയുടെ ആ കുടുംബവുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരാളാണ്. ഞാൻ ബോംബെ നിന്നൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ, അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നപ്പോൾ, കുഞ്ഞുമൻചാൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, അമ്മച്ചിയുടെ പ്രത്യേകത അറിയാമല്ലോ. കേരള പെന്തക്കോസ്ത് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു കുടുംബമാണ്. ഞാൻ ബോംബെയിൽ നിന്ന് ചെന്ന് റോഡിൽ കൂടെ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ണാടി വെക്കാതെ അമ്മച്ചി ചോദിക്കും, ഫിന്നിമോനല്ലേ വരുന്നത് എന്ന് ചോദിക്കും. കണ്ണാടിയൊന്നും വെക്കത്തില്ലായിരുന്നു. 103-104 വയസ്സൊക്കെ ഉള്ളപ്പോഴും. ദൈവത്തിൻ്റെ സ്തോത്രം. കഥകളിങ്ങനെ പറയാൻ പോയാൽ വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. അതോർത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ ഇന്നലെ ആസാദി ടി വിയിൽ റാന്നിയിലെ പ്രളയത്തെക്കുറിച്ച് ഒരു പ്രോഗ്രാം ചെയ്തു. ആസാദി ടി വി കാണുന്നവർ കുറേ പേരെങ്കിലും ഇവിടെ കാണും അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ ഇന്നലെ കാരമേലി മത്തായി ഉപദേശിയുടെ കഥ ഇന്നലെ ഞാൻ ആസാദി ടി വിയിൽ പറഞ്ഞു. പണ്ട് റാന്നിയിലെ ഒരു പ്രളയകാലത്ത് റാന്നിയിലെ വലിയ തോട്ടിലെ പാലം ഒഴുകിപ്പോയപ്പോൾ കാരമേലി മത്തായി ഉപദേശിയെ വലിയ തോടിൻ്റെ ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് ടെലിപ്പോർട്ട് ചെയ്ത ഒരു പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ഇന്നലെ നമ്മുടെ ചാനലിൽ പറഞ്ഞു. അത് സർപ്രൈസിന് ഒരു കാരണം, ഇങ്ങനെ ഒരു അനുഭവം ദൈവം നൽകിയതിൽ. അതുകൊണ്ട് തീർന്നില്ല. പ്രിയ ലിഡിയാമ്മോളെ സംബന്ധിച്ചിടത്തോളം അവൾ പെന്തക്കോസ്തിൻ്റെ 5ാം തലമുറയാണ്. 5ാം തലമുറ. ഞങ്ങളുടെ പുനലൂരിലെ ഭവനത്തിലെ ഏറ്റവും ഇളമുറക്കാരി കൊച്ചുകുഞ്ഞ് ഇസമോള്, അവൾ 6ാം തലമുറയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ലിഡിയായെക്കുറിച്ച് എങ്ങനെയാണ് അവൾ 5ാം തലമുറയായതെന്ന് പറയണം അല്ലേ? കേരളത്തിലെ ആദ്യത്തെ പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ, കേരളത്തിലെ ആദ്യത്തെ പെന്റിക്കോസ്റ്റൽ സഭ തുവിയൂർ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭയാണ്. അവിടുത്തെ ആദ്യത്തെ പാസ്റ്റർ പരുത്തിപ്പാറ ഉമ്മച്ചൻ. പരുത്തിപ്പാറ ഉമ്മച്ചൻ്റെ 5ാം തലമുറയാണ് ലിഡിയാമ്മോള്. 2 വലിയ ലെഗസികളെ ദൈവം ഒന്നിച്ചു കൂട്ടിയത്. ഇതൊരു ജെൻസി സർപ്രൈസ് അല്ല. 118-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇത് യഹോവയാൽ സംഭവിച്ചു. ഐ ട്രൂലി ബിലീവ് ദാറ്റ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ ഒരു കൂട്ടിയിണക്കലാണ്. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത് എൻ്റെ ഭാര്യ പരുത്തിപ്പാറ ഉമ്മച്ചൻ്റെ കൊച്ചു മകളാണെന്ന്. എനിക്കൊത്തിരി സന്തോഷം തോന്നി. മറ്റൊന്നുമല്ല കേട്ടോ, പരുത്തിപ്പാറ ഉമ്മച്ചൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ എന്ന് പറയാം നമുക്ക്. കാരണം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെന്തക്കോസ്ത് സഭയുടെ ആദ്യത്തെ പാസ്റ്റർ. എനിക്ക് സന്തോഷം തോന്നാൻ കാരണം 4ാം തലമുറയിൽ നിന്ന് 5ാം തലമുറയിൽ നിന്ന് ഇന്ന് അനേക കർത്താവിൻ്റെ ദാസിദാസന്മാരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കർത്താവ് പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു അണുകുടുംബത്തിലാണ്
ജനിച്ചു വളർന്നപ്പെട്ടത്. അണുകുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 കുട്ടികളാണ്, ഞാനും എനിക്കൊരു പെങ്ങളും. പക്ഷേ വിവാഹം കഴിഞ്ഞ് വന്ന കുടുംബത്തിൽ അവർ 5 കുട്ടികളായിരുന്നു. ശരിക്കും ഈ 5 മക്കളുള്ള കുടുംബത്തിലെ ആഘോഷവും സന്തോഷവും കൂട്ടായ്മയും ഒക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചത് പുനലൂരാ വീട്ടിൽ വന്ന ശേഷമാണ്. അല്ലെങ്കിൽ പിന്നെന്താ, ഞാനും എൻ്റെ പെങ്ങളും മാത്രം. അവിടെ എവിടെ ആഘോഷം, അവിടെ എവിടെ ഗെറ്റ് ടുഗദർ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ ആ വലിയ കുടുംബത്തിൽ 5 മക്കളുള്ള ആ കുടുംബത്തിൽ അവിടെയുള്ള സന്തോഷം, അവിടെയുള്ള ആ ഒരു ഗെറ്റ് ടുഗദറൊക്കെ വല്ലാത്ത അനുഭവങ്ങളാണ്. പക്ഷേ ഈ 5 മക്കളിൽ 5 പേരും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. 3 പേര് ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. പക്ഷേ ബാക്കി 2 കുടുംബങ്ങളും കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരുത്തിപ്പാട് ഇമ്മച്ചിൻ്റെ 4-ാം തലമുറയും 5-ാം തലമുറയൊക്കെ കർത്താവ് ശക്തമായിട്ട് വിവിധ രീതിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടിയപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് എനിക്കൊരു ചെറിയ വചനം നൽകുകയും ചെയ്തു. വേഗത്തിൽ ആ വചനത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പുതിയ നിയമത്തിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദമ്പതികൾ അത് മറ്റാരുമല്ല, അഖിലാവും പ്രിസ്കില്ലയുമാണ്. ഞാൻ ഈ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അഖിലാവിനെക്കുറിച്ചും പ്രിസ്കില്ലയെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കുവാൻ, കുറേ കാര്യങ്ങളൊന്ന് പഠിക്കുവാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇന്ന് പ്രിയപ്പെട്ട ജോഷുമോനും ലിഡിയാമോക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ സദസ്സിൽ കേൾക്കുന്ന ലൈവിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു അത്ഭുത കുടുംബം, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരു പുതിയ നിയമ കുടുംബമാണ് അഖിലാവും പ്രിസ്കില്ലയും. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുമ്പോൾ അവർ ഒന്നിച്ച് മിനിസ്ട്രി ചെയ്തതുകൊണ്ടാണ് എനിക്കവരെ എങ്ങനെ വിളിക്കുവാൻ തോന്നിയത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ ഇവരെക്കുറിച്ച് പറയുന്നത് എൻ്റെ സഹശുശ്രൂഷകൻ എന്നാണ്. എൻ്റെ സഹശുശ്രൂഷകൻ അഖിലാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിസ്കില്ലയും എന്നല്ല പറഞ്ഞത്. 2 പേരും പൗലോസിൻ്റെ സഹശുശ്രൂഷകരായി ഒരു കുടുംബം ഒന്നിച്ച് ശുശ്രൂഷിക്കുന്നതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ബ്യൂട്ടി വെളിപ്പെടുത്തുന്ന ഒരു കുടുംബമാണ് അഖിലാവിൻ്റെയും പ്രിസ്കില്ലയുടെയും കുടുംബം. ഈ കാലഘട്ടത്തിൽ അനേക ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങളോട് ചേർന്ന് ശുശ്രൂഷിക്കുവാൻ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുന്നു. അത് വളരെ മാതൃകയാണെന്നുള്ള ഒരു വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ഞാൻ. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പം? ഞാൻ ഈ കുട്ടികളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സങ്കല്പം? എനിക്കറിയാം പരിമിതികളുണ്ട്, നിങ്ങൾക്കൊരു പക്ഷേ വേഗത്തിൽ അറിയാമെങ്കിലും ഉത്തരം പറയാൻ നിങ്ങൾ ഒന്ന് മടിച്ചെന്നിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു തരാം. സാധാരണ ആളുകളുടെ ചിന്ത, 2 പേരും ഒരുപോലെ ചിന്തിക്കുന്നവർ അല്ലേ, 2 പേരും ഒരേ ഫോക്കസ് ഉള്ളവർ, 2 പേരും ഒരേ വിഷൻ ഉള്ളവർ, അവരെ നമ്മൾ വിളിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ജോഷിന് ചൈനീസാണ് ഇഷ്ടമെങ്കിൽ, ലിഡിയായ്ക്കും ചൈനീസാണ് ഇഷ്ടമെങ്കിൽ അവർ പറയും, ഓ ഒരു കുഴപ്പമില്ല, ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് തമ്മിൽ തർക്കമുണ്ടാകത്തില്ല, വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. അങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ സങ്കല്പം അല്ലേ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന സങ്കല്പം വളരെ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കാൻ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. പ്ലഗ് ആൻഡ് സോക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? പ്ലഗ് ആൻഡ് സോക്കറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പ്ലഗ് ആൻഡ് സോക്കറ്റ് കൺസെപ്റ്റ് അറിയാം? പ്ലഗിൻ്റെയും സോക്കറ്റിൻ്റെയും കൺസെപ്റ്റ്. ഒരു പ്ലഗിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന, നമ്മളിപ്പോൾ ഒരു 3 പിൻ പ്ലഗ് തന്നെ ഒന്ന് ഇമാജിൻ ചെയ്തേ. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന 3 കാലുകളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ആ പ്ലഗ് കയറാനുള്ള സോക്കറ്റ് അതിൻ്റെ ഡെഡ്ലി ഓപ്പോസിറ്റാണ്. ആ പ്ലഗിൻ്റെ 3 കാലുകൾക്ക് ഇരിക്കുവാനുള്ള സ്ഥാനം ആ സോക്കറ്റിൻ്റെ അകത്തുണ്ട്. ഇതാണ് പ്ലഗ് ആൻഡ് സോക്കറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്ലഗ് ആണെങ്കിൽ ഒരാൾ സോക്കറ്റായിട്ട് മാറണം. ലിഡിയയുടെ ജീവിതത്തിൽ എന്താണോ ഇല്ലാത്തത് അത് ജോഷിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ജോഷിൻ്റെ ജീവിതത്തിൽ എന്താണോ കുറവുള്ളത് അത് ലിഡിയയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനെയാണ് ശരിക്കും പറയുന്നത് മെയ്ഡ് ഫോർ
ഈച്ച് അതർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ വളരെ പൈസ ചിലവാക്കുന്ന ആളാണെന്ന് ചിന്തിക്കുക. ശരി, മനസ്സിലായല്ലോ. അപ്പോൾ കൂടെ കൂടിയിരിക്കുന്ന ആളും അതുപോലെ പൈസ ചിലവാക്കുന്ന ആളാണെങ്കിൽ പിന്നെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ? ആടിച്ച് പൊളിച്ച് അല്ലേ? പിന്നെ സന്തോഷിക്കും കുറച്ച്, പക്ഷേ ജീവിതത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നേരിടുമ്പോൾ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരാൾ ലാവിഷായിട്ട് ചിലവാക്കുന്ന ആളാണെങ്കിൽ മറ്റേ ആൾ, ഞങ്ങളുടെ ബോംബെ ഭാഷയിൽ പറഞ്ഞാൽ അല്പം കഞ്ചൂസ് ആണെങ്കിൽ, അല്പം പിശുക്കനാണെങ്കിൽ, ഇത് ബാലൻസ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകും. ഇതാണ് ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മെയ്ഡ് ഫോർ ഈച്ച് അതർ. അപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഇല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തോന്നിയാൽ നിങ്ങൾ സന്തോഷിക്കണം. ദൈവം തക്ക തുണയാണ് നിങ്ങൾക്ക് നൽകിയത്. കാരണം നിങ്ങളെപ്പോലൊരു വ്യക്തിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്നതെങ്കിൽ അത് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആകുകയില്ല. ഇനിയും അതിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷങ്ങൾ ഏതാണ്ട് ആയിരിക്കുന്നു. 26 വർഷങ്ങൾ. 26 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആശയങ്ങൾ ഒരുപോലെ ആയിരുന്നില്ല. എൻ്റെ പിതാവ് ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ പിതാവിൻ്റെ ഭാര്യയെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാനന്നൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, നീ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെയാണ് കല്യാണം കഴിക്കുന്നതെന്ന് നീ ചിന്തിക്കരുത്. കാരണം എനിക്കെൻ്റെ മോനെ അറിയാം. എൻ്റെ പപ്പ പറഞ്ഞ ഭാഷയാണ്, അവനൊരു ആത്മീക ഭ്രാന്തനാണ്. നാളെ കർത്താവ് അവനോട് പറയുക ജോലി കളഞ്ഞ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അവൻ ഇറങ്ങും. അങ്ങനെ ആളാണ് എൻ്റെ മകൻ. എൻ്റെ ഭാര്യ അത്രമാത്രം ഒന്നും തീവ്രമായിട്ട് പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്താണെങ്കിലും എൻ്റെ ആഗ്രഹം എപ്പോഴും സുവിശേഷ വേലയായിരുന്നു. എൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധാരണയായിട്ട് ഒരു നേഴ്സ് ആഗ്രഹിക്കുന്നത് വിദേശത്ത് പോകണം, UK-ലോ അല്ലെങ്കിൽ ഗൾഫിലോ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യണം. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്തകൾ. രണ്ടുപേരുടെയും ചിന്താഗതികൾ രണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, രണ്ടുപേരും രണ്ട് വഴിക്ക് നടക്കുവാൻ തുടങ്ങും. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. എന്നെ പരിശുദ്ധാത്മാവ് ദൈവവചനം പഠിപ്പിച്ച ഒരു പാഠം, ദൈവം നമുക്ക് തരുന്ന ജീവിത പങ്കാളി നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു വ്യക്തിയായിരിക്കും. പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു പാഠം, ദൈവം ഒരു ഫുൾ പ്രോഡക്റ്റ് അല്ല നിങ്ങളുടെ കയ്യിൽ തരുന്നത്. ജോഷുമോന് ദൈവം തരുന്ന ലിഡിയ ഒരു നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ഫുൾ പ്രോഡക്റ്റ് അല്ല. ഗോഡ് ഈസ് ഗിവിങ് യു എ റോ മെറ്റീരിയൽ, ഒരു നല്ല റോ മെറ്റീരിയലാണ് കയ്യിൽ തരുന്നത്. ഇറ്റ്സ് യുവർ സ്റ്റുവർഷിപ്പ്. നിങ്ങളുടെ ഒരു വലിയ ആത്മീയ ഗ്രഹവിചാരകത്വമാണ് ദൈവം തന്ന റോ മെറ്റീരിയലിനെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായി പണിതെടുക്കുക. ശരിക്കും ഞാനതാ ചെയ്തത്. ഞാൻ പ്രാർത്ഥിച്ചു. 1-2 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യ ഞാൻ പറയാതെ ജോലി റിസൈൻ ചെയ്തു. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ജീവിത പങ്കാളി ഒരു ഫുൾ പ്രോഡക്റ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് രണ്ട് വഴിക്കൊക്കെ പിരിഞ്ഞു പോകുന്നത്. മറിച്ച് ദൈവം തന്നതിനെ ഒന്ന് നിർമ്മിച്ചെടുക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ അനുഗ്രഹമായി തീരും. ഞാൻ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ആഗ്രഹമുണ്ട്. വേഗത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അക്വില പ്രിസ്കില്ല കുടുംബത്തിൻ്റെ പ്രത്യേകത, അവരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറി റീലൊക്കേറ്റ് ചെയ്യുന്നവരായിരുന്നു. പൊന്തോസുകാരനാകുന്ന അക്വില പൗലോസുമായി കൂട്ടിമുട്ടുമ്പോൾ കൊരിന്തിലാണെങ്കിൽ, പിന്നീട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ റോമിലെ ഒരു സ്ഥലത്ത് തൻ്റെ വീട്ടിൽ ഒരു സഭയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. എവിടെ ചെന്നാലും അവിടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമാകുന്ന ഒരു കുടുംബം, സ്ഥലങ്ങൾ മാറി 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 താമസിക്കുന്നൊരു കുടുംബം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ ദൈവം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കുവാൻ പോവുകയാണ്. ഞാനൊരു പ്രവചന ദൂത് പോലെ ഈ ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങൾക്ക് ഈ വചനം കൈമാറുകയാണ്. പക്ഷെ നിങ്ങൾ എവിടെ ചെന്നാലും ആ ദേശത്ത് അക്വിലാവിനെ പോലെ പ്രിസ്കില്ലയെ പോലെ ദൈവരാജ്യത്തിന് ഒത്തിരി അനുഗ്രഹമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പൗലോസ് തന്നെ റോമാലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, പൗലോസിന് വേണ്ടി സ്വന്തം കഴുത്ത് വെച്ച് കൊടുക്കുവാൻ തയ്യാറായ ഒരു കുടുംബമായിരുന്നു എന്ന് പറഞ്ഞാൽ, ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് പൗലോസിന് വേണ്ടി വാളിന് കഴുത്ത് വെച്ച് കൊടുക്കുവാൻ തയ്യാറായ ഒരു കുടുംബമായിരുന്നു. സാക്രിഫിഷ്യലാകുന്ന ഒരു ലൈഫ്, സാക്രിഫിഷ്യലാകുന്ന ഒരു ലൈഫ്. ഈ കാലത്ത്
ആളുകളെല്ലാം ചോദിക്കുന്നത് എനിക്കെന്ത് കിട്ടുമെന്ന്, അല്ലേ? എനിക്കെന്ത് കിട്ടും? പക്ഷേ അക്വില പ്രിസ്കില്ല എന്ന ലീഡർഷിപ്പിൽ നിന്ന് ഞാൻ പഠിച്ചത്, അവർ ചോദിച്ചത് എനിക്ക് എന്ത് കിട്ടുമെന്നല്ല, ഞങ്ങൾക്ക് എങ്ങനെയൊരു അനുഗ്രഹമായി മാറുവാൻ കഴിയും. അപ്പൊല്ലോസിനെ കൈപിടിച്ച് ഉയർത്തുമ്പോൾ, പൗലോസിന് കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുമ്പോഴൊക്കെ ആ ദമ്പതികളുടെ മനസ്സിലുണ്ടായിരുന്നത് ഞങ്ങൾക്കിതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടെന്നല്ല, ഹൗ ഐ വിൽ ബി ബെനിഫിറ്റഡ് എന്നല്ല, ഹൗ ഐ ക്യാൻ ബി എ ബ്ലെസ്സിങ്, എനിക്കെങ്ങനൊരു അനുഗ്രഹമായി മാറുവാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അക്വില പ്രിസ്കില്ല എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ജാതികളുടെ സഭകളൊക്കെ കടപ്പെട്ടവരെന്ന് പൗലോസ് പറഞ്ഞ അക്വിലാവും പ്രിസ്കില്ലയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ലീഡർഷിപ്പ് പാഠമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുക എന്ന പാഠമാണ്. അതാണ് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. ഇനിയൊരു 15 മിനിറ്റ് പ്രസംഗിക്കാനുള്ള സബ്ജക്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സമയങ്ങൾ ഓടിപ്പോയതുകൊണ്ട് ഞാൻ ഒരു 1-2 മിനിറ്റ് കൊണ്ട് ആ 15 മിനിറ്റ് പറയാനുള്ള കാര്യം ഒരു കുഞ്ഞ് ഇലൂസ്ട്രേഷനിലൂടെ കാണിക്കാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല കേരളത്തിലെ വിവാഹവേദികളിൽ ഇങ്ങനെയുള്ള ഇലൂസ്ട്രേഷൻസ് അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് റെഡിയാക്കി നിർത്തി. നിങ്ങൾക്കൊന്ന് മുന്നോട്ട് വരാമോ? ഒരു ചെറിയ ഇലൂസ്ട്രേഷൻ, 15 മിനിറ്റുള്ള മെസ്സേജ് ഞാൻ 1 മിനിറ്റ് കൊണ്ട് കാണിക്കുവാൻ പോവുകയാണ്. ക്രിസ്ത്യൻ ലീഡർഷിപ്പിനെ കുറിച്ച് വേദപുസ്തക പ്രകാരം ഭാര്യ, ഭർത്താവ്, യേശു, ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാനൊന്ന് കാണിച്ചു നൽകുവാൻ പോവുകയാണ്. വളരെ മനോഹരമാകുന്നൊരു ഇലൂസ്ട്രേഷനാണിത്. എൻ്റെ മോളും ഞങ്ങളുടെ ജോഷുമോനും എൻ്റെ മോനും ഒക്കെയാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഇത് കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായമാണ് കേട്ടോ. വചനം പറഞ്ഞു, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അപ്പോൾ ഞാനിവരെ 3 പേരെയാണ് വിളിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു. നിങ്ങൾ ഈ കുട്ടികളെ നോക്കിക്കേ, അവർ നിൽക്കുന്ന ഓർഡർ ഒന്ന് നോക്കിക്കേ. ഒരു നിമിഷത്തേക്ക് ജോഷുമോൻ ഡോണയുടെ മുമ്പിൽ ഒന്ന് വന്നിട്ട്. ഇതാണ് ലോകം എപ്പോഴും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ പിന്നിലായിരിക്കണം സ്ത്രീ, അല്ലേ? അങ്ങനെയല്ലേ ലോകം പറയുന്നത്? പുരുഷൻ്റെ പിന്നിലായിരിക്കണം. ഭാരതീയ കുടുംബങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭാരതീയ കുടുംബങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? സ്ത്രീയെ വിളിക്കുന്നത് ഇടത്തെ പാതി എന്നാണ്, അല്ലേ? അങ്ങനാണോ? ഇടത്തെ പാതി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ സ്റ്റേജ് നോക്കിക്കേ, ജോഷുമോൻ്റെ വലതു ഭാഗത്താണ് ലിഡിയമോൾ ഇരിക്കുന്നത്. കാരണം ഇത് ബിബ്ലിക്കൽ കൺസെപ്റ്റാണ്, വളരെ വ്യത്യസ്തമാണ്. ലോകം ചിന്തിക്കുന്നത് പോലെയല്ല നാം സഹോദരിമാരെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം 45-ാം സങ്കീർത്തനം, വിവാഹ സങ്കീർത്തനം എന്ന് വിളിക്കുന്ന സങ്കീർത്തനത്തിൽ പറയുന്നു, രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിന്റെ എവിടെ നിൽക്കുന്നു? ഇടതു ഭാഗത്ത് നിൽക്കുന്നതാണോ? വലതു ഭാഗത്ത് നിൽക്കുന്നു. കാരണം നമ്മൾ സഹോദരിമാർക്ക് കൊടുക്കുന്ന സ്ഥാനം ഇടത്തെ ഭാഗമൊന്നുമില്ല, ബലത്തിൻ്റെ വലങ്കരമാകുന്ന ശക്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. സോ ജോഷ് രാജാവാണ്, ജോഷിൻ്റെ റാണിയാണ് ശരിക്കും ലിഡിയ. റാണിയുടെ സ്ഥാനമാണ് വലതുഭാഗം എന്ന് പറയുന്നത്. നമുക്ക് മുമ്പിൽ പോകാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ശരിക്കും വേദപുസ്തകം കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത് സ്ത്രീയുടെ തല പുരുഷൻ, ലീഡർഷിപ്പിനെ ആ തലയെന്ന് പറയുമ്പോൾ കാണിക്കുന്നത്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്നലെ വൈകിട്ട് ഞാൻ സ്റ്റെഫിമോളുമായി സംസാരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എൻ്റെ പിന്നിൽ ഒരു വോൾ, ഒരു മതിലാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷീണം തോന്നിയാൽ പിന്നിലേക്ക് ചാരിയാൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നൊരു വോളാണ് എൻ്റെ ഭർത്താവ് എന്നവൾ പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഇല്യൂസ്ട്രേഷൻ ഇവിടെ ചെയ്യണമെന്ന് തോന്നി. സി, ഡോണാമോൾ, അവളുടെ മേലൊരു വലിയ പ്രഷർ വരുന്നു എന്ന് സങ്കല്പിക്കുക. എന്ത് സംഭവിക്കും? അവൾ പുറകിലേക്ക് വീഴും. അവൾ പുറകിലേക്ക് വീഴുമ്പോൾ തൊട്ടുപുറകിൽ പുരുഷൻ അവളെ ഹോൾഡ് ചെയ്യാനുണ്ട്. പുരുഷൻ ഈ പ്രഷറെല്ലാം എടുത്ത് പിന്നിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ പുറകിൽ യേശു കർത്താവ് നിപ്പുണ്ട്, അവനെ ഹോൾഡ് ചെയ്യുവാൻ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എത്ര മനോഹരമായ ജീവിതമാണെന്നറിയാമോ ക്രിസ്തീയ കുടുംബജീവിതം എന്ന് പറയുന്നത്. മക്കളെ, ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. വീഡിയോ ഒന്നുകൂടി കാണണം കേട്ടോ. ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലെങ്കിലും ദൈവം
നിങ്ങളെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അല്ലേ, 26 വർഷങ്ങൾക്ക് മുമ്പ് ലിഡിയാമോൾ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിവാഹ ജീവിതത്തിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാം പഠിച്ചിട്ടല്ല ഞങ്ങൾ വന്നത്. പക്ഷേ വിശുദ്ധ തിരുവചനം ഞങ്ങളെ സഹായിച്ചു, നിങ്ങളെ സഹായിക്കും. നല്ല ഒരു കുടുംബജീവിതത്തിനുള്ള എല്ലാ രഹസ്യങ്ങളും ഇതിനകത്തുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.